ഈ സിനിമ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഒരു സ്പേസ്ഷിപ്പാണ്. അതിനകത്ത് ഒരേ ഒരാൾ മാത്രം. ഇയാളുടെ പേരാണ് യാക്കൂബ്. ഇയാൾ ഒരു ചെക്ക് കോസ്മോനറ്റ് ആണ്. 6 മാസമായിട്ട് പുള്ളി ഒരു മിഷനിലാണ്. അതായത് പുള്ളി ഇപ്പം ആ സ്പേസ്ഷിപ്പിൽ യാത്ര ചെയ്യുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന്റെ അടുത്തേക്കാണ്. പുള്ളി ഇപ്പം പുള്ളിയുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇന്നിപ്പോ ഭൂമിയിൽ ഇയാൾക്ക് ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയാൾ വേഗം അയാളുടെ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് എന്നിട്ട് അത് ഓണാക്കുകയാണ്. ഈ യാക്കൂബിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഭൂമിയിൽ ഇവരുടെ കൺട്രോൾ റൂമിൽ ഒരാൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അവന്റെ പേര് പീറ്റർ എന്നാണ്. ഇപ്പൊ ഇവൻ കമ്പ്യൂട്ടർ ഓണാക്കിയപ്പോ തന്നെ പീറ്റർ ഇപ്പൊ ഓൺലൈനിൽ വന്നു. ഇനി കാണിക്കുന്നത് ഇവരുടെ ആ വീഡിയോ കോൺഫറൻസ് ആണ്. ആ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി കുറെ ആൾക്കാർ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ കമ്മീഷണറായ ട്യൂമ ഇപ്പം കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് യാക്കൂബ് എന്തിനാണ് ഇപ്പൊ വ്യാഴത്തിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നതെന്ന്. ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അവരവിടുത്തെ ആ TV സ്ക്രീൻ ഓണാക്കി. ഇപ്പൊ എല്ലാവർക്കും യാക്കൂബിനെ കാണാൻ പറ്റുന്നുണ്ട്. 189 ദിവസമായിട്ട് അയാൾ ഈ യാത്രയിലാണ്, അത് ഒറ്റയ്ക്ക്. യാക്കൂബിനെ അങ്ങോട്ട് ക്ഷണിച്ചതിന് ശേഷം ട്യൂമ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കൈയടിക്കുകയാണ്. ഈ വ്യാഴത്തിന്റെ അടുത്തായിട്ട് പിങ്ക് കളറിലുള്ള ഒരു മേഘം രൂപം കൊണ്ടിട്ടുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവരതിന് പേര് കൊടുത്തിരിക്കുന്നത് ചോപ്ര ക്ലൗഡ് എന്നാണ്. അതെന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് യാക്കൂബ് ഇപ്പം അങ്ങോട്ട് പോയിരിക്കുന്നത്. അയാൾ ഇപ്പം അതിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. മാത്രമല്ല അയാൾ അതിന്റെ കുറെ ഫോട്ടോസും എടുത്തു. അതൊക്കെ അയാൾ ആ TV സ്ക്രീനിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അയാളിപ്പം ആ ക്ലൗഡിനെ കുറിച്ചിട്ട് എല്ലായിടത്തും പറയാൻ തുടങ്ങി. 4 വർഷമായിട്ട് ഈ ഒരു ക്ലൗഡ് നമ്മൾ നമ്മുടെ ആകാശത്ത് കാണുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വന്നതെന്നോ എന്താണ് അതിനകത്തുള്ളതെന്നോ എന്ന കാര്യം എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ അതിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതെല്ലാം അനലൈസ് ചെയ്യും. അങ്ങനെ അതെന്താണ് സംഭവം എന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാനും പറ്റും. ഈ ചോപ്ര ക്ലൗഡിലേക്ക് ഞാൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂണിവേഴ്സിലെ പല മിസ്റ്ററീസും ആയിരിക്കും സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യാക്കൂബ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ അയാളുടെ ആ വിശദീകരണത്തിന് ശേഷം ഭൂമിയിലുള്ള ഒരു പെൺകുട്ടി അയാളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 6ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. അവൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഭൂമിയിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ നിങ്ങളല്ലേ? ഇത് കാരണം നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുന്നുണ്ടോ എന്നാണ് അവളുടെ ചോദ്യം. അതേക്കുമ്പോൾ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. ഏകദേശം ഒരു 500 മില്യൺ കിലോമീറ്ററെങ്കിലും വരും. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഒറ്റപ്പെട്ട മനുഷ്യനാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒറ്റപ്പെടുന്നു എന്നെപ്പോഴാണ് നമുക്ക് തോന്നുന്നത്? നമ്മൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോഴല്ലേ. പക്ഷെ എനിക്ക് അതിനൊന്നും സമയമില്ല എന്നാണ് സത്യം. കാരണം എനിക്ക് ഇവിടെ ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. ഇതൊന്നും കൂടാതെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യാക്കൂബിന്റെ വൈഫായ ലങ്ക ഇപ്പം കൺട്രോൾ റൂമിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഇനി കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ യാക്കൂബിന് അയച്ചു കൊടുക്കണം. എന്നാൽ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആൾക്കാർ ആ മെസ്സേജ് എന്താണെന്ന് അനലൈസ് ചെയ്തിട്ടേ അത് അവന് അയച്ചു കൊടുക്കത്തുള്ളൂ. അതെന്താണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഒരാൾ ആ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലവൾ വല്ലാണ്ട് കരഞ്ഞാണ് സംസാരിക്കുന്നത്. എനിക്കിതിന് ഒരുപാട് ഇഷ്ടമാണ് യാക്കൂബ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ വല്ലാത്തൊരു പേടിയിലാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെ വിട്ടു പോയേ പറ്റൂ എന്നാണ് അവളിങ്ങനെ കരഞ്ഞോണ്ട് പറയുന്നത്. അവൾ ഈ സംസാരിക്കുന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആണ്. അങ്ങനെ ആ മെസ്സേജൊക്കെ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ നേരെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അയാൾ പറയുന്നത്, ലങ്ക ഇപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത് കുറച്ച് പ്രശ്നമാണെന്നാണ്. ഈ സമയം തന്നെ യാക്കൂബ് ആണെങ്കിൽ ടോയ്ലറ്റിലിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഈ സ്പേസ്ഷിപ്പിനകത്ത് ടോയ്ലറ്റിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. അവിടെ നിന്നും വല്ലാത്തൊരു ശബ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. തീരെ അവനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ അവൻ ആ ടോയ്ലറ്റിന്റെ ടാങ്ക് ഒക്കെ മാറ്റി. അതിനുശേഷം അവൻ നേരെ മിഷൻ കൺട്രോളിലേക്ക് വിളിച്ചു. എന്നിട്ട് പീറ്ററിന്റെ അടുത്ത് ആ ടോയ്ലറ്റിന്റെ പ്രശ്നമാണ് അയാൾ പറയുന്നത്. എത്ര ദിവസമായി പീറ്റർ ഞാൻ ഈ പറയുന്നത്, നീ ഈ ടോയ്ലറ്റ് ഒന്ന് റെഡിയാക്കി താ, മര്യാദയ്ക്കൊന്ന് ബാത്റൂം പോകാൻ പറ്റത്തോണ്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാണ് യാക്കൂബ് പറയുന്നത്. അതേക്കുമ്പം എന്തപ്പോ ചെയ്യുക, ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നീ അവിടെ ചെയ്തു നോക്കി. എന്തായാലും ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. എന്തായാലും ഇപ്പം നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈ മിഷനെ നന്നായിട്ട് ബാധിക്കും എന്നാണ് പീറ്റർ പറയുന്നത്. അങ്ങനെ പീറ്റർ അത് പറഞ്ഞു കഴിയുമ്പോൾ യാക്കൂബ് അടുത്തതായിട്ട് അയാളുടെ അടുത്ത് ചോദിക്കുന്നത് ലങ്കയെ കുറിച്ചാണ്. അവൾ കുറച്ച് ദിവസമായാലും വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവളുടെ വല്ല മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്നാണ് യാക്കൂബിന്റെ ചോദ്യം. അതേക്കുമ്പോൾ ഇല്ല, ഇതുവരെ അവൾ അങ്ങനെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നാണ് പീറ്റർ പറയുന്നത്. ഇതേ സമയം തന്നെ ലങ്കയാണെങ്കിൽ വീടിന്റെ വെളിയിലാണ്. യാക്കൂബിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. ഈ സമയം തന്നെ യാക്കൂബ് ആണെങ്കിൽ ആ സ്പേസ്ഷിപ്പിനകത്ത് നിന്നിട്ടും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസവും 2 മണിക്കൂർ അവൻ ഈ എക്സസൈസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അവന്റെ ശരീരത്തിനെ ബാധിക്കും. ഈ സമയം കമ്മീഷണറായ ട്യൂമയാണെങ്കിൽ ലങ്ക അയച്ചു കൊടുത്ത ആ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തായിട്ട് ആ പീറ്റർ നിൽക്കുന്നുണ്ട്. ആ മെസ്സേജൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം അവൾ പറയുന്നത്, ഇല്ല, ഒരിക്കലും ഈ മെസ്സേജ് യാക്കൂബിന് അയച്ചു കൊടുക്കരുത്. ഒന്നാമത് ഇപ്പം തന്നെ അവൻ പ്രഷറിലാണ്. ഇനിയിപ്പോൾ ഈ ഒരു മെസ്സേജും കൂടെ കണ്ടു കഴിഞ്ഞാൽ അത് അവനെ മാനസികമായിട്ട് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പം ഈ മെസ്സേജ് അവൻ അയച്ചു കൊടുക്കണ്ട. ഞാൻ ആദ്യം പോയിട്ട് ലങ്കയൊന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നാണ് ട്യൂമ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ലങ്ക ഇപ്പോൾ അവളുടെ വീട്ടിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അവള്. അതിനിടയിലാണ് യാക്കൂബിന്റെ സിമുലേറ്ററിന്റെ അകത്തു നിന്നും ഫോൺ റിങ് ചെയ്യുന്നത്. എന്നാൽ എത്ര തവണ റിങ് ചെയ്തിട്ടും അവൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല.
യാക്കൂബാണ് വിളിക്കുന്നത്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവന് വല്ലാതെ ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ ഫോണൊക്കെ കട്ട് ചെയ്തതിനു ശേഷം യാക്കൂബ് അവന്റെ ബെഡിലേക്ക് വന്നു. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവനൊരു മരുന്ന് കഴിക്കാറുണ്ട്. ഇപ്പൊ അവൻ ആ മരുന്ന് കഴിക്കുകയാണ്. ഇതേ സമയം തന്നെ യാക്കൂബിന്റെ ആ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ആ ക്ലൗഡിന് നേരെ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം അവൻ അധിക ദൂരം സഞ്ചരിക്കാനില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യാക്കൂബ് ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. അതിനിടയിലാണ് എന്തൊരു വല്ലായ്മ തോന്നിയിട്ട് അവൻ എഴുന്നേക്കുന്നത്. അവന്റെ മുഖം വല്ലാതെ വേദന എടുക്കുന്നുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അവിടുത്തെ കണ്ണാടിയുടെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. ആ കാഴ്ച അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അവന്റെ മുഖത്തിന്റെ സ്കിന്നിനടിയിലായിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അതിങ്ങനെ മൂവ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങാണ്. അതിങ്ങനെ അനങ്ങുന്ന കാരണം അവന് വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്താണത് സംഭവം എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ സാധനം അവന്റെ വായിലൂടെ പുറത്തേക്ക് വന്നു. അതൊരു കറുത്ത കളറുള്ളൊരു ചെലന്തിയായിരുന്നു. പെട്ടെന്നാണ് അവൻ ഞെട്ടി എഴുന്നേക്കുന്നത്. ഈ ഒരു കാര്യം അവൻ കണ്ടൊരു സ്വപ്നമാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ പിന്നെയും വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവൻ പീറ്ററിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ക്യാമറയൊക്കെ കംപ്ലൈന്റ് ആണല്ലോ പീറ്റർ, അതെന്താണ് സംഭവം എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ പീറ്റർ പറയുന്നത് നിന്റെ ഷിപ്പിലെ പല ക്യാമറകളും കേടായിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അത് തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ അതൊക്കെ റെഡിയാക്കാം എന്നാണ് പീറ്റർ പറയുന്നത്. ഈ സമയം തന്നെ ലങ്കയാണെങ്കിൽ ഒരു യാത്രയിലാണ്. അവൾക്കിപ്പോ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് അവളുടെ ഈ യാത്ര. ഈ സമയം തന്നെ യാക്കോബ് ആണെങ്കിൽ ലങ്കയൊന്ന് ഫോണിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവിടുത്തെ സ്പീക്കറിൽ മറ്റൊരാളുടെ ശബ്ദം കേൾക്കുന്നത്. അവൻ ഇതുവരെ കേൾക്കാത്തൊരു വോയിസ് ആണ്. അയാളിപ്പോൾ അവനോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളെ സഹായിച്ചോട്ടെ എന്നാണ്. പക്ഷെ നീ ആരാണെന്ന് യാക്കോബ് ചോദിക്കുമ്പോൾ അതിന് മാത്രം അയാൾ മറുപടി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നേരെ പീറ്ററിനെ വിളിച്ചു. നമുക്കിടയിൽ എന്തോ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടല്ലോ, ആരുടെയോ സൗണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്. അതാരാണ്? ഇനി നമ്മളെ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. അതേക്കുമ്പോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നീ കേട്ടത് കൊറിയക്കാരുടെ ശബ്ദമാണോ? ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം നമ്മളുടെ ഈ മിഷൻ പോലെ കൊറിയക്കാരൊരു മിഷൻ അയച്ചിട്ടുണ്ട്. അവരും നിന്റെ പുറകെ തന്നെ ആ ക്ലൗഡിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കൊറിയക്കാരാണോ എന്ന്. പീറ്ററിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഇത് കൊറിയക്കാരല്ല എന്നാണ് അവൻ പറയുന്നത്. ഓ അങ്ങനെയാണല്ലേ, ഞാൻ എന്തായാലും ഇത് ആരാണെന്ന് നോക്കട്ടെ. പിന്നെ ലങ്കയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അവളിപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് പീറ്റർ പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് യാക്കൂബ് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യാക്കൂബ് ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. അതിനിടയിലാണ് അവൻ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ ഉടനെ തന്നെ അവന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേഗം വെളിയിലേക്ക് വരാണ്. എന്നാൽ അവിടെയൊന്നും കാണുന്നില്ല. അങ്ങനെ അവൻ നേരെ പോകുന്നത് അവിടെ സാധനങ്ങളൊക്കെ വെച്ച റൂമിലേക്കാണ്. അവനവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ തലമാരയൊക്കെ ഇങ്ങനെ തുറന്നു നടക്കുന്നുണ്ട്. ഇതാരാണ് തുറന്നത് എന്നാണ് അവനിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ ഉടനെ തന്നെ ആ അലമാരയൊക്കെ ക്ലോസ് ചെയ്തു. അതിനിടയിലാണ് പിന്നെ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ ഇത്തവണ ബാത്റൂമിന്റെ അകത്തു നിന്നാണ്. അവൻ പതുക്കെ ബാത്റൂമിലേക്ക് ചെന്നിട്ട് അതിന്റെ ഡോർ തുറന്നു. ആ കാഴ്ച അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ഭീമൻ ജലന്തി ഇപ്പം അവന് ബാത്റൂമിൽ നിൽക്കുകയാണ്. അത് കണ്ടതും അവൻ വേഗം ബാത്റൂം ക്ലോസ് ചെയ്തു. എന്നിട്ട് അവൻ ഉടനെ തന്നെ പീറ്ററിനെ വിളിച്ചു. അവിടുത്തെ ക്യാമറ ഓണാക്കി നോക്കാനാണ് അവനിപ്പോൾ പറയുന്നത്. എന്നാൽ ക്യാമറ കംപ്ലൈന്റ് ആണല്ലോ, അത് ഇതുവരെയായിട്ട് ശരിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഓണാക്കാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർ വിശ്വസിക്കത്തില്ല എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ പീറ്ററിനോടൊന്നും പറയുന്നില്ല. അങ്ങനെ അവൻ പിന്നെയും ചെന്നിട്ട് ആ ബാത്റൂമിന്റെ ഡോർ തുറന്നു. ഇപ്പോഴും ആ ചെലന്തി അതിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അത് കാണുന്ന പീറ്റർ ആണെങ്കിൽ പേടിച്ച് അവിടുന്ന് മുന്നോട്ട് പോവാണ്. എന്നാൽ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ചിലന്തി ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം അതിപ്പോ യാക്കൂബിനോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വന്നതല്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നാണ് ആ ചിലന്തി പറയുന്നത്. എന്നാൽ യാക്കൂബ് ആണെങ്കിൽ ശരിക്കും പേടിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നേരെ എയർലോക്കിന്റെ അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്യാണ്. എന്നാൽ അവൻ എയർലോക്കിലേക്ക് കയറിയത് പീറ്ററിന് അവിടെ നോട്ടിഫിക്കേഷൻ കിട്ടി. നീ എന്തിനാണ് ഇപ്പൊ എയർലോക്കിലേക്ക് കയറിയത് എന്നാണ് പീറ്റർ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഈ ഷിപ്പിനകത്തൊരു പ്രശ്നമുണ്ട്, ഇത് ഉടനെ തന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം എന്നാണ് യാക്കൂബ് പറയുന്നത്. എന്തിനാണ് ഇപ്പൊ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത്? ഞാൻ നോക്കിയിട്ട് അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ കാണുന്നില്ലല്ലോ, പീറ്റർ വീണ്ടും ചോദിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം എന്നാണ് യാക്കൂബ് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവന്റെ സ്പേസ് സ്യൂട്ട് എടുത്തിട്ടാണ്. ഈ ഡീകണ്ടാമിനേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷിപ്പിനകത്ത് എന്തെങ്കിലും ജീവികൾ ഉണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി ഒരു മഞ്ഞ കളറുള്ള പുകയാണ് അടിക്കുന്നത്. അത് അവന്റെ ശരീരത്തിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യാക്കൂബ് ഇപ്പോൾ സ്യൂട്ട് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അവർ ആ ഡീകണ്ടാമിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് യാക്കൂബിന് ഒരു വിഷം വരുന്നത്. ആ കാഴ്ചയിൽ ഉണ്ടായിരുന്നത് അവന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. അതായത് അവന്റെ ഭാര്യയും കൂടെ ഒരു മഞ്ഞ പൂന്തോട്ടത്തിലേക്ക് പോയത്. ഈ ഒരു വിഷനാണ് അവന് മനസ്സിലേക്ക് പോയിരുന്നത്. എന്നാൽ കുറച്ച് സമയത്തേക്കേ അത് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഡീകണ്ടാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവൻ ആ സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറി. എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. അത്രയും വിഷവാതകം അടിച്ചിട്ടും ആ ചിലന്തിക്ക് ഇതുവരെയായിട്ടൊന്നും പറ്റിയിട്ടില്ല. അവൻ അതിനകത്തേക്ക് കയറി വരുന്ന കാണുമ്പോൾ ചിലന്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഭൂമിയിലുള്ള ഒരു സാധനത്തിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പം ഞാൻ നിനക്ക് റിയൽ അല്ല, നീ കാണുന്ന ഒരു വിഷൻ ആണെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതും ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചിലന്തി അവന്റെ മുഖത്തേക്ക് തുപ്പാണ്. അവനത് ടച്ച് ചെയ്യുമ്പം ആ ചിലന്തി റിയൽ ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഇപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നീ എന്തിനാണ് ഈ സ്യൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്? അതൊക്കെ ഊരി മാറ്റാൻ നോക്ക്. ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലാൻ പോകുന്നില്ല. മാത്രമല്ല ഞാൻ കാരണം നിനക്കൊരു അസുഖവും വരാൻ പോകുന്നില്ല എന്നാണ് ചിലന്തി പറയുന്നത്. ചിലന്തി അത് പറഞ്ഞു കഴിയുമ്പം യാക്കൂബ് ഇപ്പൊ ചിലന്തി ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
അത് കാണുമ്പോൾ വേണ്ട വേണ്ട, ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട, ഞങ്ങളുടെ ട്രൈബില് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പതിവില്ല, നീ വേഗം സ്യൂട്ട് ഊരി മാറ്റാൻ നോക്ക്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നാണ് ചിലന്തി പറയുന്നത്. അങ്ങനെ യാക്കൂബ് ഉടനെ തന്നെ അവന്റെ സ്യൂട്ടൊക്കെ ഊരി മാറ്റി. അതിനുശേഷം അവനെ ചിലന്തിയുടെ അടുത്ത് ചോദിക്കുന്നത്, നീ ആരാണ്, നീ എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് കയറിയെന്നാണ്. അത് കേൾക്കുമ്പോൾ ഞാനും നിന്നെപ്പോലെ ഒരു എക്സ്പ്ലോററാണ്, ഞാൻ നിങ്ങളുടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരറ്റത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഞാൻ ഭൂമിയെക്കുറിച്ച് അറിഞ്ഞതും ഭൂമിയിൽ മനുഷ്യരെന്ന് പറയുന്ന ഒരു ജീവിവർഗം ജീവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ കാലം നിങ്ങളുടെ ഓർബിറ്റിൽ തന്നെ നിന്നു. അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ മുഴുവൻ കാര്യങ്ങളും പഠിച്ചു. അതായത് നിങ്ങളുടെ ഹിസ്റ്ററി, നിങ്ങൾ ഇതുവരെയായിട്ട് മനസ്സിലാക്കിയ നോളേജ്, പിന്നെ നിങ്ങളുടെ ഭാഷകള്, എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു. അതിനിടയിലാണ് നിന്റെ ഷിപ്പ് ഞാൻ കണ്ടത്. ഒരു കൗതുകത്തിന് പുറത്ത് ഞാൻ നിന്റെ ഷിപ്പിന്റെ മുകളിലേക്ക് കയറി. ആ സമയത്ത് നീ ഈ ഷിപ്പിനകത്ത് ഒറ്റയ്ക്കാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ ജീവിവർഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരാളുടെ മനസ്സ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ നിന്റെ മനസ്സിനകത്തെ വേദനയും നിന്റെ ഒറ്റപ്പെടലും എന്നെ വല്ലാതെ ആകർഷിച്ചു. 2 ദിവസം ഞാൻ നിന്നെ ഒന്ന് നിരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. നിന്റെ ഈ ഒറ്റപ്പെടലില് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് കയറിയത് എന്നാണ് ചിലന്തി പറയുന്നത്. ചിലന്തി ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ യാക്കൂബിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവന്റെ റൂമിലേക്ക് കയറിയിട്ട് വാതിലടയ്ക്കാണ്. ഈ സമയം പുറത്തുനിന്ന് ചിലന്തി സംസാരിക്കുന്നുണ്ട്. ഓ, അപ്പൊ ഇപ്പോഴും നിനക്ക് എന്നെ പേടിയാണല്ലേ, എങ്കിൽ ശരി, നീ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കെ എന്നാണ് ചിലന്തി പറയുന്നത്. ഇതേ സമയം തന്നെ ആ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ആ ചോപ്ര ക്ലൗഡിന് നേരത്തെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു. യാക്കൂബ് ഇപ്പൊ നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് അവന് വീണ്ടും ഒരു വിഷം വരുന്നത്. അത് അവന്റെ വൈഫായിരുന്നു. അതോടുകൂടെ അവൻ എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ അവൻ പതുക്കെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയം ചിലന്തി അവിടെ കാണുന്നില്ല. അവൻ അതിനെ അന്വേഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ അവന്റെ മുന്നിലേക്ക് ആ വിഷം വരുന്നത്. അത് അവനും അവന്റെ ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്താണ് തനിക്ക് ഈ സംഭവിക്കുന്നത് എന്നാണ് അവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ ചിലന്തി അവന്റെ അടുത്തേക്ക് വരുന്നത്. ചിലന്തി ഇപ്പൊ പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നൊക്കെ ഞാനാണ് നിനക്ക് കാണിച്ചു തരുന്നത്. നീ നിന്റെ ഭാര്യയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലേ, എനിക്ക് വേണമെങ്കിൽ ആ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റും എന്നാണ് ചിലന്തി പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ലങ്ക ഇപ്പം അവളുടെ അമ്മയുടെ അടുത്താണ്. ലങ്ക ഇപ്പൊ അമ്മയുടെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നന്റ് വുമൻസിന് മാത്രം ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ് എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോ നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത്, നിന്നെ എന്താ നോക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടാണോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. നോക്കമ്മേ, ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും എന്റെ കൂടെ നിൽക്ക്, വേറെ ആരും എന്റെ കൂടെ ഇപ്പൊ ഇല്ല എന്നാണ് അവള് പറയുന്നത്. ഓക്കെ മോളെ, എനിക്ക് മനസ്സിലായി, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയാണ്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, യാക്കൂബ് ഇപ്പൊ എവിടെയാണുള്ളത്, ഈ ഒരു സമയത്ത് അവനെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അതെനിക്ക് അറിയാമമ്മേ, ഈ ഒരു തീരുമാനം ഞാൻ ഒരുപാട് കാലം മുമ്പ് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്കിത് പറ്റിയത്, ഇനി ഇതിൽ നിന്നൊരു മാറ്റം എനിക്ക് ഉണ്ടാവത്തില്ല എന്നാണ് ലങ്ക പറയുന്നത്. ഈ സമയം തന്നെ യാക്കൂബ് ആണെങ്കിൽ ലങ്കയുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ആ ചിലന്തി അവന്റെ റൂമിന്റെ വാതിൽ ഓർക്കുന്നത്. അത് കാണുമ്പോ ഇല്ല, ഇതിനകത്തേക്ക് മാത്രം നിനക്ക് പ്രവേശനമില്ല, നീ പുറത്തു നിന്നാ മതി, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ട് യാക്കൂബ് ആ ഡോർ ക്ലോസ് ചെയ്തു. അങ്ങനെ അവൻ ആ ഡോറ് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ചിലന്തി ബാത്റൂമിന്റെ അകത്തേക്ക് കയറി എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ നേരെ ബാത്റൂമിലേക്ക് ചെന്നു. ഈ സമയം അവൻ നോക്കുമ്പോൾ ചിലന്തി ആ ബാത്റൂമിന്റെ അകത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല യാക്കൂബ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ബോട്ടിൽ അവൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നീ എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത്, ഇതിനകത്തും നിനക്ക് പ്രവേശനമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ എന്നാണ് യാക്കൂബ് പറയുന്നത്. ഓക്കെ ഞാൻ ഇറങ്ങാം, അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബോട്ടിലായിട്ട് നിന്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ ട്രൈബിൽ നീ വളരെ ഫേമസ് ആണല്ലേ, അതുകൊണ്ടല്ലേ ഈ ബോട്ടിലൊക്കെ നിന്റെ ഫോട്ടോ വന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ ട്രൈബിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് തന്നെയാണ് നിന്റെ ഈ ഒറ്റപ്പെടലിന് കാരണക്കാര് എന്നാണ് ആ ചിലന്തി പറയുന്നത്. അതേക്കുമ്പോൾ അതെന്തിനാ നീ അന്വേഷിക്കുന്നതെന്നും പറഞ്ഞിട്ട് അവൻ ആ ബോട്ടിൽ ആ ചിലന്തിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവൻ ആ ബാത്റൂമിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം യാക്കൂബ് ഇപ്പം ഒരു കുപ്പി മദ്യം എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ചിലന്തി അവന്റെ പുറകെ വരുന്നത്. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു, നിന്റെ കയ്യിൽ മുട്ട വല്ലതും ഇരിക്കുന്നുണ്ടോ എന്നാണ് ചിലന്തി ചോദിക്കുന്നത്. മുട്ടയോ, അതൊന്നും വിടില്ല, നിനക്ക് ഞാൻ വേറൊരു സാധനം തരാമെന്നും പറഞ്ഞിട്ട് അവനൊരു ബോട്ടിൽ പീനട്ട് ബട്ടർ എടുത്തു. എന്നിട്ട് അതൊരു സ്പൂണിലാക്കിയിട്ട് ആ ചിലന്തിക്ക് കൊടുക്കുകയാണ്. ചിലന്തി ആണെങ്കിൽ വേഗം തന്നെ ഒന്ന് മേടിച്ച് കഴിക്കുകയും ചെയ്തു. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചിലന്തി അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാക്കൂബ് ഇപ്പം ചിലന്തിയുടെ ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നീ ഏത് ഗ്രഹത്തിൽ നിന്നാണ് വന്നത് എന്നാണ് യാക്കൂബ് ചോദിക്കുന്നത്. എന്റെ ഗ്രഹത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഗൊറോംപേഡ്സ് എന്ന പേരുള്ള ഏലിയൻസ് ഉണ്ട്. ഈ ചെറിയ പ്രാണികളെ പോലെയാണ് അവറ്റകൾ ഇരിക്കുന്നത്. അവറ്റകളെല്ലാം ഒരിക്കൽ കൂട്ടത്തോടെ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങളുടെ ഗ്രഹം നശിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എന്റെ ഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഒരുപാട് ഗാലക്സികളിലൂടെയും ബ്ലാക്ക് ഹോളുകളുടെ അടുത്തുകൂടെയൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ആ സമയത്താണ് ഞാൻ നിന്നെ കണ്ടത് എന്നാണ് ചിലന്തി പറയുന്നത്. യാക്കൂബ് ആണെങ്കിൽ വളരെ കൗതുകത്തോടെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യാക്കൂബ് ഇപ്പം അവിടുത്തെ കൺട്രോൾ റൂമിൽ ഇരിക്കുകയാണ്. ഈ സമയത്താണ് പീറ്റർ അവനെ വിളിക്കുന്നത്. പീറ്റർ അവനെ വിളിച്ചത് കണ്ടതും ചിലന്തി അവിടുന്ന് പോയി. പീറ്റർ ഇപ്പൊ യാക്കൂബിന്റെ അടുത്ത് പറയുന്നത് ലങ്കയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എന്തൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നീയുമായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്. ഞങ്ങളുടെ എഞ്ചിനീയർ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ ഞങ്ങൾ അത് ശരിയാക്കിക്കോളാം എന്നാണ് പീറ്റർ പറയുന്നത്. എന്നാൽ പീറ്റർ ആ കാര്യം സംസാരിക്കുമ്പോൾ യാക്കൂബ് ആ ചിലന്തിയാണ് നോക്കുന്നത്.
അത് അവിടുന്ന് പോയത് കാണുമ്പോൾ ശരി പീറ്റർ, എനിക്ക് ഇവിടെ കുറച്ച് ജോലി തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് യാക്കൂബ് ആ കോള് കട്ട് ചെയ്തു. അതിനുശേഷം അവൻ ആ ചിലന്തിയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയം ചിലന്തിയാണെങ്കിൽ ആ സ്പേസ് ഷിപ്പിലുള്ള ഒരു വിൻഡോയുടെ അടുത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ചോപ്ര ക്ലൗഡ് ഇങ്ങനെ കാണാം. അവനിപ്പോ അതിലേക്ക് തന്നെ അങ്ങനെ നോക്കിയും കാണാം. ഈ സമയം യാക്കൂബ് അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ, നീ ആ ക്ലൗഡ് കണ്ടില്ലേ? എന്റെ കുട്ടിക്കാലത്ത് ആ ക്ലൗഡിലുണ്ടായിരുന്ന പാർട്ടിക്കിൾസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നിനക്കറിയോ? ഇത് പ്രപഞ്ചത്തിന്റെ ആരംഭമാണ് എന്നാണ് ചിലന്തി പറയുന്നത്. അത് കേൾക്കുമ്പോൾ യാക്കൂബിന് ശരിക്കും അത്ഭുതമായി. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഇതിന്റെ എല്ലാം ആരംഭത്തിൽ നീ ഉണ്ടായിരുന്നു എന്നാണോ? അപ്പൊ യഥാർത്ഥത്തിൽ നിനക്ക് എത്ര വയസ്സായി? നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും മരണമൊന്നുമില്ലേ എന്നാണ് യാക്കൂബ് ചോദിക്കുന്നത്. ഉണ്ട്, ഈ യൂണിവേഴ്സിലുള്ള എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ യൂണിവേഴ്സ് തന്നെ ഒരിക്കൽ അവസാനിക്കും എന്നാണ് ചിലന്തി പറയുന്നത്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. പക്ഷെ എന്തായിരിക്കും ആ ക്ലൗഡിനകത്തുള്ളത് എന്നാണ് യാക്കൂബ് അടുത്തായിട്ട് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ആ ക്ലൗഡിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം കാണാൻ പറ്റും എന്നാണ് ചിലന്തി പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവനിപ്പം യാക്കൂബിന് മറ്റൊരു വിഷൻ കാണിച്ചു കൊടുക്കുകയാണ്. ലങ്ക അവനൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ആ വിഷനിലുണ്ടായിരുന്നത്. ആ സമയത്ത് നീ എങ്ങോട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് യാക്കൂബ് അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പം, നീ എനിക്ക് ഒരിക്കലും ഒരു പ്രോമിസ് തന്നിട്ടില്ലേ, ഞാൻ എവിടെ പോയാലും നീ എന്റെ കൂടെ വരുമെന്ന്? അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, എന്റെ കൂടെ വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവൾ അവനെയും വിളിച്ചോട്ട് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ കുളിക്കാം എന്നാണ് അവള് പറയുന്നത്. അതേക്കുമ്പോൾ, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയത്തില്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഓൾറെഡി എനിക്ക് പ്രോമിസ് എന്നാണ്, അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ വെള്ളത്തിലേക്ക് ചാടിക്കോ. ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ അതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ നിന്നെ രക്ഷിക്കേണ്ട കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് അവള് വെള്ളത്തിലേക്ക് ചാടുകയാണ്. എന്നാൽ അവനിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഈ ഒരു കാര്യമാണ് അവൻ ആ വിഷനിൽ കാണുന്നത്. ഈ സമയം യാക്കൂബ് ചിലന്തിയോട് ചോദിക്കുന്നത്, ഇതെല്ലാം നീ എന്നെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണോന്നാണ്. അതേക്കുമ്പോൾ, ഇത് ഞാൻ നിന്നെ കൊണ്ട് തോന്നിപ്പിക്കുന്നതല്ല, ഇതെല്ലാം നിന്റെ മനസ്സിലെ ഓർമ്മകളാണ്. ഞാൻ അതെല്ലാം നിനക്ക് കണ്ടെത്തി തരുന്നതേ ഉള്ളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ നിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് പ്രോമിസുകൾ കൊടുത്തിട്ടുണ്ടല്ലേ? എന്നിട്ട് അതൊക്കെ നീ തെറ്റിക്കുകയും ചെയ്തു. ഈ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിക്കാനുള്ളതാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരാൾക്ക് പ്രോമിസ് കൊടുക്കുന്നത്? പിന്നെ ഇപ്പൊ നിന്റെ ഭാര്യ നിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് നീ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ? പക്ഷെ അവളും നീ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നീ അവൾക്ക് ഒരു വിലയും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, അതെന്തുകൊണ്ടാണ് എന്നാണ് ചിലന്തി ചോദിക്കുന്നത്. ചിലന്തിയുടെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരവൊന്നും എന്റെ അടുത്തില്ല എന്നാണ് യാക്കൂബ് ഇതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം യാക്കൂബ് ഇപ്പം അവന്റെ ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്താണ് ആ ചിലന്തി വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത്. അതിപ്പം ആ പീനട്ട് ബട്ടറിന്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ സമയം ചിലന്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ നിന്റെ ഭാര്യയും തമ്മിലുള്ള ഈ പ്രശ്നം ഉണ്ടല്ലോ, അതെന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അത് എന്നിൽ വല്ലാത്തൊരു ഡിപ്രഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പീനട്ട് ബട്ടർ കഴിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാണ് ചിലന്തി പറയുന്നത്. അതേക്കുമ്പോൾ, അങ്ങനെ നീ ഇത് കൂടുതൽ കഴിക്കണ്ട, നമുക്കിത് ഇനിയും ആവശ്യം വരുന്നു പറഞ്ഞിട്ട് യാക്കൂബ് അത് ആ ചിലന്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്. അതിനുശേഷം അവൻ ആ ചിലന്തിയുടെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് വല്ല പേരും ഉണ്ടോ എന്നാണ്. ഏയ്, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പേരില്ല, നിനക്ക് എനിക്കൊരു പേരിടാൻ പറ്റുമോ എന്നാണ് ചിലന്തി തിരിച്ചു ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ നിനക്കൊരു പേരിടാം, ഹനുഷ്. ആ പേരെങ്ങനെയുണ്ട് എന്നാണ് യാക്കൂബ് ചോദിക്കുന്നത്. ഹനുഷ്, അത് കൊള്ളാലോ, എവിടുന്നാണ് നിനക്ക് ഈ പേര് കിട്ടിയത്? ചിലന്തി തിരിച്ചു ചോദിക്കുന്നു. ഈ പേരെനിക്ക് കിട്ടിയത് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാണ്. എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛൻ ഒരു ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ഉണ്ടാക്കിയിരുന്നു. ആ ഒരു സമയത്ത് ആരും അതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ ഒരു ക്ലോക്കിന് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും മൂവ്മെന്റ്സ് അളക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടും ആ ഒരു പേരാണ് നിനക്ക് യോജിച്ചത് എന്നാണ് യാക്കൂബ് പറയുന്നത്. ചിലന്തി ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഇനി അങ്ങോട്ട് ഈ ചിലന്തിയുടെ പേര് ഹനുഷ് എന്നാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒരു പന്നി ഇപ്പം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആ സ്പേസ് ഷിപ്പിനകത്തേക്ക് വരാണ്. പെട്ടെന്നാണ് യാക്കൂബ് ഞെട്ടി നിൽക്കുന്നത്. അവൻ കണ്ടൊരു സ്വപ്നമായിരുന്നു അത്. ഈ സമയം കുട്ടിക്കാലത്ത് അവന്റെ ചില കാര്യങ്ങളാണ് അവനിപ്പോൾ ഓർക്കുന്നത്. ഇവന്റെ കുട്ടിക്കാലത്ത് ഇവന്റെ അച്ഛൻ പന്നിയെ വളർത്തുന്നുണ്ടായിരുന്നു. അച്ഛൻ ഇവനെ ഏൽപ്പിച്ച ജോലി ഈ പന്നികളെ പരിപാലിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു കാര്യം യാക്കൂബിനെ സംബന്ധിച്ച് അവന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും പഠിച്ചു. അങ്ങനെ അവൻ കഷ്ടപ്പെട്ട് ഒരു കോസ്മോനോട്ട് ആവുകയും ചെയ്തു. എന്നാൽ അവന്റെ അച്ഛന് പന്നി വളർത്തൽ മാത്രമല്ല, പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും കൂടിയായിരുന്നു. എന്നാൽ ആ കാലത്ത് ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. യാക്കൂബ് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ആ ശബ്ദം കേൾക്കുന്നത്. അവൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഹനുഷ് ആ ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട്. നീ എന്തിനാണ് പിന്നെ ഇതിനകത്തേക്ക് കയറിയത് എന്നാണ് യാക്കൂബ് ചോദിക്കുന്നത്. ഞാൻ ഇവിടെ ഉണ്ടാവുന്ന ഈ വൈബ്രേഷൻസിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു. ഇവിടേക്ക് വന്ന സമയത്ത് ആദ്യമൊക്കെ ഞാൻ നിന്റെ മനസ്സിലെ മെമ്മറീസ് എന്തൊക്കെയാണ് എന്നറിയാനാണ് ശ്രമിച്ചത്. പിന്നീട് അങ്ങോട്ട് അത് എനിക്ക് തന്നെ ഡിസ്കംഫോർട്ടായി. കാരണം നിങ്ങൾ മനുഷ്യര് ഒരുപാട് കുറ്റബോധം പേറി നടക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്തിനാണ് ഈ കുറ്റബോധം പേറി നടക്കുന്നത്? ഈ യൂണിവേഴ്സിൽ പല കാര്യങ്ങളും സംഭവിക്കും. അതിപ്പോ നിങ്ങൾ എന്ത് ചെയ്താലും അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് ജീവിച്ചാൽ പോരെ, ഇങ്ങനെ കുറ്റബോധം പേറി നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചിലന്തി ചോദിക്കുന്നത്. എന്നാൽ ചിലന്തിയുടെ ആ ചോദ്യത്തിനൊന്നും അങ്ങനെ വ്യക്തമായിട്ടുള്ള മറുപടി പറയാനൊന്നും യാക്കൂബിനെ കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യാക്കൂബ് ഇപ്പൊ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഹനുഷ് വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ എന്താണ് സംഭവിച്ചത് എന്നാണ് ചിലന്തി ചോദിക്കുന്നത്. എന്റെ അച്ഛൻ ഒരു പാർട്ടിയിൽ ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നു. പാർട്ടിയുടെ ഒരു ഇൻഫോർമറും കൂടിയായിരുന്നു എന്റെ അച്ഛൻ. എന്നാൽ എന്റെ അച്ഛന്റെ നയങ്ങളൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കെ കുറെ ആൾക്കാർ ചേർന്നിട്ട് എന്റെ വീട് കത്തിച്ചു. അതിൽപ്പെട്ട് എന്റെ അച്ഛൻ മരിച്ചു പോവായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നാൽ എന്റെ അച്ഛൻ വിശ്വസിച്ചത് തെറ്റായ ഒരു കാര്യത്തിലാണ്.
മാത്രമല്ല ഒരുപാട് ചീത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് യാക്കൂബ് പറയുന്നത്. ഓ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പൊ നിന്റെ അച്ഛൻ ചെയ്ത തെറ്റുകളൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണല്ലേ നീ ഈ മിഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? നീ എന്തിനാണ് യാക്കൂബ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ അച്ഛൻ അദ്ദേഹം മരിച്ചുപോയി, ഇനി എന്തിനാണ് നീ അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്നത്? നീ നിനക്ക് വേണ്ടി ജീവിച്ചൂടെ എന്നാണ് ഹനുഷ് ചോദിക്കുന്നത്. പക്ഷെ അതിനും യാക്കൂബിന് ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഈ സമയം തന്നെ ഭൂമിയിലാണെങ്കിൽ കമാൻഡറായ ട്യൂമയൊപ്പം ലങ്കയെ കാണാൻ ചെന്നിരിക്കുകയാണ്, അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും തന്റെ ഹസ്ബൻഡുമായിട്ട് ഇനി ഒത്തുപോകാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ലങ്ക പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്തൊക്കെയാണ് ലങ്ക ഈ പറയുന്നത്? യാക്കൂബ് ഇപ്പൊ എവിടെയാണെന്ന് നിനക്ക് അറിയാമല്ലോ, അവനൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നോട്ടെ, അതിനുശേഷം നിന്റെ തീരുമാനം അവൻ അറിയിച്ച പോരെ എന്നാണ് ട്യൂമ ചോദിക്കുന്നത്. എന്നാൽ ആ ഒരു കാര്യത്തിനും ലങ്ക സമ്മതിക്കുന്നില്ല. എന്തു പറഞ്ഞിട്ടും അവൾ അടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ട്യൂമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എനിക്ക് അയച്ച മെസ്സേജ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെയായിട്ടും യാക്കൂബിനെ കാണിച്ചിട്ടില്ല, ഞാൻ ഇനി കാണിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോ നീ നേരിട്ട് അവനെ കോൺടാക്ട് ചെയ്യാനാണ് ഭാവമെങ്കിൽ നിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഞങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, നിനക്ക് ഇനി അവനോട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ട്യൂമ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ യാക്കൂബ് ആണെങ്കിൽ ആ സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവനൊരു ശബ്ദം കേൾക്കുന്നത്. അവന്റെ TV റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ലങ്കയുടെ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അത് ലങ്കയും അവനും തമ്മിൽ കുറെ മാസങ്ങൾക്ക് മുമ്പേ സംസാരിച്ചൊരു കാര്യമാണ്. അതിൽ ലങ്ക യാക്കൂബിന്റെ അടുത്ത് ചോദിക്കുന്നത്, നിനക്ക് എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നൂടെ എന്നാണ്. അതിനവൻ മറുപടി പറയുന്നത്, നിനക്കറിയാലോ ഞാനൊരു മിഷനിലാണ്, ഇത് തീർക്കാതെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്നാണ്. ഈ ഒരു കാര്യമാണ് അതിലിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് പ്ലേ ആവുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. കാരണം അവൻ ആ TV ഓൺ ആക്കിയിട്ടില്ല, മാത്രമല്ല ഹനുഷും അല്ല അത് ചെയ്തത്. ഈ സമയം അവൻ ആ TV സ്ക്രീൻ ഓഫ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൻ അത് ഓഫ് ചെയ്യാനും സാധിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. അവിടുത്തെ പ്രൊജക്ടറിൽ നിന്നും ആ ചോപ്ര ക്ലൗഡിന്റെ ഒരു എലമെന്റ് പുറത്തേക്ക് വന്നു. അതിപ്പം ആ സ്പേസ് ഷിപ്പിനകത്തുകൂടെ ഇങ്ങനെ പറന്ന് കിടക്കാണ്. അത് കണ്ട ഉടനെ തന്നെ യാക്കൂബ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ടിലെടുത്തിട്ട് ആ എലമെന്റിനെ അതിനകത്താക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ ആ എലമെന്റിനെ ആ ബോട്ടിലാക്കി അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ എലമെന്റ് ആണെങ്കിൽ ആ കുപ്പിയുടെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് കടന്നു. അതിനുശേഷം അത് പിന്നെ ഇങ്ങനെ പറന്ന് കിടക്കാണ്. ഈ സമയം അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സക്ഷൻ ട്യൂബ് ഉണ്ട്, അത് വെച്ചിട്ട് ആ എലമെന്റിനെ അതിനകത്തേക്ക് ആക്കി. അതോടുകൂടി അവിടെ ഉണ്ടാവുന്ന ആ ശബ്ദം അങ്ങോട്ട് സ്റ്റോപ്പായി. ഈ സമയം അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ പീറ്ററിനെയാണ് വിളിക്കുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവന് പീറ്ററുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ പിന്നെ ആ എലമെന്റ്സ് കാണുന്നത്. ഇത്തവണ കുറെ എണ്ണം ഉണ്ടായിരുന്നു. അതിങ്ങനെ ആ സ്പേസ് ഷിപ്പിനകത്തുകൂടെ ഇങ്ങനെ പറന്നു കിടക്കാണ്. അത് കാണുന്ന യാക്കൂബ് വേഗം തന്നെ അതിന്റെ പുറകെ പോയി. എന്നാൽ അവൻ അതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ആ എലമെന്റ്സ് ആണെങ്കിൽ ആ സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പറന്നു പോവാണ്. അത് കാണുമ്പോൾ യാക്കൂബിന് ശരിക്കും നിരാശയായി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവനിപ്പം അവന്റെ ബെഡിൽ കിടക്കാണ്. ഈ സമയത്താണ് ഹനുഷ് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഹനുഷിനെ കാണുമ്പോൾ നീ ഇതൊക്കെ കാണുന്നില്ലേ ഹനുഷ് എന്നാണ് യാക്കൂബ് ചോദിക്കുന്നത്. ഉണ്ട് യാക്കൂബ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് പ്രപഞ്ചത്തിന്റെ ആരംഭമാണ്, ഇതുകൊണ്ടൊന്നും നീ പേടിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഇത് കാരണം നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഇതൊരു തരത്തിലുള്ള കളക്ഷനാണ്. പക്ഷെ നിങ്ങൾ മനുഷ്യരുടെ ഭാഷയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നാണ് ഹൻഷു പറയുന്നത്. ഈ സമയം തന്നെ ലങ്കയാണെങ്കിൽ അവളുടെ വീടിന്റെ ജനലിന്റെ അടുത്ത് നിൽക്കുകയാണ്. അവിടുത്തെ കർട്ടനിലായിട്ട് ഒരു ചെറിയ ചിലന്തി ഇരിക്കുന്നുണ്ട്. അവൾ വെറുതെ അതിന്റെ അടുത്തേക്ക് കൈ നീട്ടിയപ്പോൾ ചിലന്തി അവളുടെ കയ്യിലേക്ക് കയറി. പിന്നീട് അവൾ എന്തൊക്കെ കാണിച്ചിട്ടും അത് അവളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. വളരെ കൗതുകത്തോടെ അവൾ അതിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യാക്കൂബ് ഇപ്പം അവന്റെ മിഷൻ കൺട്രോളിലേക്ക് ഒരു കണക്ഷൻ കിട്ടാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഹനുഷ് അങ്ങോട്ട് വരുന്നത്. അവനിപ്പം യാക്കൂബിന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. നിന്റെ വൈഫ് 2ാമത്തെ തവണയല്ലേ പ്രഗ്നന്റ് ആവുന്നത്? ഈ ഒരു കാര്യത്തില് നീ വളരെ എക്സൈറ്റഡ് ആണ്. എന്നാൽ നിന്റെ വൈഫിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ, അവക്കെന്തോ വല്ലാത്തൊരു പേടിയാണ്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് ഹനുഷ് പറയുന്നത്. അതേക്കുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ കാര്യത്തില് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അവൻ പറയുന്നത്. ഓ അങ്ങനെയാണല്ലേ, എന്നാൽ അതെനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞിട്ട് അവൻ ചില വിഷൻസ് ഒക്കെ യാക്കൂബിന് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ആദ്യത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവന്റെ വൈഫ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവൾക്ക് മിസ്കാരേജ് സംഭവിക്കുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഹനുഷ് അത് അവന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മിസ്കാരേജ് ആയതിനു ശേഷം അവൾ യാക്കൂബിനെ വിളിച്ചു. നീക്കൊന്ന് എന്റെ അടുത്തേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഞാൻ ബിസിയാണ്, എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല എന്നാണ് യാക്കൂബ് പറഞ്ഞത്. ആ വിഷയം കാണിച്ചു കൊടുത്തതിന് ശേഷം ഹനുഷ് ഇപ്പൊ യാക്കൂബിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കുട്ടി നിനക്ക് നഷ്ടപ്പെട്ട സമയത്ത് നീ അവളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2ാമത്തെ കുട്ടി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും നീ അവളുടെ കൂടെ ഇല്ല. എന്നാൽ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നീ അവളുടെ കൂടെ ഉണ്ടാവണമെന്നാണ്. എന്നാൽ നിനക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. നീ എന്തും മനുഷ്യനാടോ? അവളുടെ വേദനയ്ക്കൊന്നും നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ എന്നാണ് ഹനുഷ് ചോദിക്കുന്നത്. എന്നാൽ അതിനൊന്നും വലിയ മൈൻഡ് കൊടുക്കാതെ യാക്കൂബ് ആണെങ്കിൽ അവന്റെ മിഷൻ കൺട്രോളിലേക്ക് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന ഹനുഷിനാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യവും നിനക്ക് മൈൻഡ് ചെയ്യാൻ പോലും താല്പര്യമില്ലല്ലേ? നിനക്ക് ഇപ്പോഴും ഏറ്റവും പ്രധാനം നിന്റെ ഈ മിഷനാണ്. ഓക്കെ, നീ നിന്റെ ഈ മിഷനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേ. എനിക്കിപ്പോ നിന്നിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി, അതുകൊണ്ട് ഞാൻ പോവാണ് എന്നാണ് ഹനുഷ് പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ യാക്കൂബിന് ശരിക്കും ടെൻഷനായി. കാരണം അവൻ പോയി കഴിഞ്ഞാൽ യാക്കൂബ് പിന്നെ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് പോകരുതെന്നും പറഞ്ഞിട്ട് യാക്കൂബ് അവന്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ്.
അത് കാണുന്ന ഹനുഷ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചാട്ടത്തിന് യാക്കൂബിന്റെ കഴുത്ത് കയറി പിടിച്ചു. അതിനുശേഷം അവൻ പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ടാതെ. നീ ഭയങ്കര സെൽഫിഷ് ആണ്, നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ നിന്റെ മിഷന്റെ കാര്യം നോക്കി നിൽക്ക്, ഞാൻ പോവാന്നും പറഞ്ഞിട്ട് ഹനുഷ് അവിടുന്ന് പോവാണ്. യാക്കൂബ് എത്ര പറഞ്ഞിട്ടും അവൻ അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ ഹനുഷും കൂടെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ യാക്കൂബിന്റെ അവസ്ഥ വളരെ മോശമായി. ഒറ്റയ്ക്ക് നിന്ന് അവന് ശരിക്കും ഭ്രാന്ത് പിടിച്ചു. ഈ സമയം മുഴുവൻ അവന്റെ മനസ്സിലേക്ക് വരുന്നത് ലങ്കയുടെ ഓർമ്മകളാണ്, അവൻ അവളോട് ചെയ്ത തെറ്റുകളൊക്കെ. അവനിപ്പം തീരെ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പിന്നെയും കൺട്രോൾ റൂമിലേക്ക് വിളിക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തവണ അവന് കണക്ഷൻ കിട്ടി. അവനിപ്പോ പീറ്ററിന്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഞാൻ ഈ സ്പേസ് ഷിപ്പിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ നേരെ ലങ്കയുടെ അടുത്തേക്ക് പോകും, എന്നിട്ട് എനിക്ക് അവളോട് സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിത്താ എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോ നീ എന്തൊക്കെയാണ് യാക്കൂബി പറയുന്നത്? ഈ സമയത്ത് തന്നെ ഇത് വേണോ? നിനക്കറിയാലോ ആ സൗത്ത് കൊറിയക്കാരൊക്കെ നിന്റെ പുറകെ തന്നെയുണ്ട്. അവരാ ക്ലൗഡിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ അകത്തേക്ക് കയറിയേ പറ്റൂ എന്നാണ് പീറ്റർ പറയുന്നത്. എന്നാൽ പീറ്റർ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ ഇനി ലങ്കയുമായിട്ട് സംസാരിക്കാതെ മുന്നോട്ടൊന്നും ചെയ്യത്തില്ല എന്ന് യാക്കൂബ് ഇങ്ങനെ വാശി പിടിക്കുകയാണ്. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പീറ്റർ ഇപ്പൊ ലങ്കയെ കാണാൻ ചെന്നു. എന്നിട്ട് അവളുടെ അടുത്ത് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നീ യാക്കൂബിനോടൊന്ന് സംസാരിക്കണമെന്ന്. അതിനുവേണ്ടി അവനൊരു ഫോൺ അവൾക്ക് കൊടുത്തു. അങ്ങനെ ഫോൺ അവളുടെ കൈ കിട്ടി കഴിയുമ്പോൾ യാക്കൂബ് അവളെ വിളിച്ചു. ഈ സമയം അവൾ അവന്റെ അടുത്ത് സംസാരിക്കുന്നില്ല, എന്നാൽ അവൻ പറഞ്ഞതൊക്കെ അവൾക്ക് കേൾക്കുന്നുണ്ട്. യാക്കൂബ് ഇപ്പം അവളുടെ അടുത്ത് ചെയ്ത തെറ്റുകൾക്കൊക്കെ അവളുടെ അടുത്തൊരു സോറി പറയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ലങ്കയ്ക്ക് ശരിക്കും സങ്കടമായി. എങ്കിലും അവൾ മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ അവളോടൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ യാക്കൂബ് ശരിക്കും ഉഷാറായി. അവൻ പിന്നെയും അവന്റെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഹനുഷ് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഹനുഷ് തിരിച്ചു വന്ന് കാണുമ്പോൾ യാക്കൂബിന് ശരിക്കും സന്തോഷമായി. യാക്കൂബ് ഇപ്പോൾ ഹനുഷിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഹനുഷ് മറ്റൊരു കാര്യം പറയുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ ആ ഗൊറോം പേഡ്സ് എന്ന ഏലിയൻസിനെ കുറിച്ച്? അവറ്റകൾ എന്റെ ഗ്രഹത്തിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും കൊന്നു. അന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അവറ്റകൾ എന്നെ അറ്റാക്ക് ചെയ്തു. ആ ചെറിയ ജീവികളൊക്കെ എന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും ഞാൻ മരിക്കാം എന്നാണ് ഹനുഷ് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം ഹനുഷ് ചെന്നിട്ട് യാക്കൂബിനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. യാക്കൂബിന് ആ സ്പേസ് ഷിപ്പ് ഒപ്പം ആ ചോപ്ര ക്ലൗഡിലേക്ക് എൻ്റർ ചെയ്യാനായി. ആ കാര്യം അവൻ ഉടനെ തന്നെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞു. എല്ലാവരും വളരെ ആകാംക്ഷയോടെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ ക്ലൗഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ പാർട്ടിക്കിൾസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ആ സ്പേസ് ഷിപ്പിൽ ചില സെറ്റപ്പ് കണ്ട്. അത് വലിയൊരു കുട പോലുള്ളൊരു സാധനമാണ്. അങ്ങനെ ആ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടി അവൻ ആ ഭീമൻ കുട നിവർത്തി. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഹനുഷ് അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഹനുഷിനൊരു കാര്യം സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന്റെ ശരീരത്തിനകത്ത് തന്നെ ആ ജീവികളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പൊ പുറത്തേക്ക് വന്നിട്ട് ഹനുഷിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഹനുഷ് എന്ത് കാണിച്ചിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ജീവികളൊക്കെ അവനെയും കൊണ്ട് ആ സ്പേസ് ഷിപ്പിന്റെ വെളിയിലേക്ക് പോയി. ഇതെല്ലാം യാക്കൂബും കാണുന്നുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്റെ സ്യൂട്ടൊക്കെ എടുത്തിട്ടു. അതിനുശേഷം ആ ഡിസിൻഫെക്റ്റന്റ് ഉണ്ടല്ലോ, ആ ഗ്യാസ് സിലിണ്ടർ, അതും എടുത്തിട്ട് അവൻ ആ സ്പേസ് ഷിപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്. ഈ സമയം അവൻ നോക്കുമ്പോൾ ആ ജീവികളൊക്കെ ഹനുഷിനെ പൊതിഞ്ഞിട്ടുണ്ട്. അത് കാണുന്ന യാക്കൂബ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ ചെയ്തിട്ട് ഹനുഷിന്റെ ശരീരത്തിലേക്ക് അടിക്കുകയാണ്. അതോടുകൂടെ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ജീവികളൊക്കെ തെറിച്ചുപോയി. എന്നാൽ ആ ഗ്യാസ് അടിച്ചതിന്റെ ഫോഴ്സിൽ യാക്കൂബ് പുറകിലേക്ക് തെറിച്ചു പോവാണ്. അതോടുകൂടെ അവന്റെ കയ്യിൽ നിന്നും ആ സിലിണ്ടർ ആണെങ്കിൽ തെറിച്ചുപോയി. അതിനിടയിലാണ് അവനെ ഘടിപ്പിച്ചിരിക്കുന്ന ആ റോപ്പ് കട്ടായി പോകുന്നത്. അങ്ങനെ അവനിങ്ങനെ ആ സ്പേസിൽ കിടന്ന് കറങ്ങുകയാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവൻ നേരെ ഹനുഷിന്റെ അടുത്തെത്തി. ഈ സമയത്ത് അവൻ ഹനുഷിനെ കയറി പിടിച്ചു. ഇപ്പൊ അവൻ നോക്കുമ്പോൾ ആ ജീവികളൊന്നും തന്നെ ഹനുഷിന്റെ ശരീരത്തിലില്ല. എന്നാൽ അവന്റെ ശരീരത്തിനകത്തുണ്ട്. ആ കാര്യം ഹനുഷിന് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹനുഷ് പറയുന്നത്, എനിക്കിനി അധികം സമയമില്ല. ഞാൻ നിന്നോട് മുന്നേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ക്ലൗഡിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന്. നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഹനുഷ് അവനെയും വിളിച്ചുകൊണ്ട് നേരെ ആ ക്ലൗഡിനകത്തേക്ക് പോവാണ്. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ആ കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവിടെ ചില പൊട്ടിത്തെറികളൊക്കെ കാണുന്നുണ്ട്. യാക്കൂബ് അതിലേക്ക് നോക്കുമ്പോൾ ഹനുഷ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടെ നിനക്ക് കാണാൻ പറ്റുന്നത് ആരംഭവും അവസാനവുമാണ്. സമയത്തിന്റെ ഓരോ നിമിഷവും നിനക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിന്റെ ഭൂതകാലവും ഭാവി കാലവും എല്ലാം നിനക്ക് ഇവിടെ കാണാൻ പറ്റും എന്നാണ് ഹനുഷ് പറയുന്നത്. ഈ സമയം യാക്കൂബ് നോക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അവൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ അത്ഭുതത്തോടെ അതിലേക്ക് തന്നെ അവനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഹനുഷ് അവന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ച് തന്നെ ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഇനി എനിക്ക് പോകാനുള്ള സമയമായി എന്നാണ് ഹനുഷ് പറയുന്നത്. അവൻ അത് പറയുമ്പോൾ യാക്കൂബ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവൻ ഹനുഷിന് കൊടുക്കാൻ വേണ്ടി അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിപ്പം അവൻ ഹനുഷിന് കൊടുക്കുകയാണ്. ഹനുഷ് ആണെങ്കിൽ അത് മേടിച്ച് കഴിക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിച്ചു കഴിയുമ്പോഴാണ് ആ ഇൻസെക്ട്സ് ഒക്കെ അവന്റെ ശരീരത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഉടനെ തന്നെ അവറ്റകൾ എല്ലാവരും ചേർന്നിട്ട് ഹനുഷിനെ തിന്ന് തീർക്കുകയും ചെയ്തു. വളരെ സങ്കടത്തോടെ യാക്കൂബ് ആണെങ്കിൽ അത് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേസമയം തന്നെ ഭൂമിയിലാണെങ്കിൽ ലങ്ക ഇപ്പം അവിടെയുള്ള ഒരു വയലിലേക്ക് ഇറങ്ങി. അവളിപ്പം ആ ക്ലൗഡിന്റെ ഒരു എലമെന്റ് കാണുന്നുണ്ട്. അവൾ അതിന്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ആ എലമെന്റ് ആണെങ്കിൽ ആകാശത്തേക്ക് പറന്നു പോവുകയും ചെയ്തു. വളരെ അത്ഭുതത്തോടെ അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം അവൾക്ക് യാക്കൂബിനെയാണ് ഓർമ്മ വരുന്നത്. അവൾക്കിപ്പോൾ അവനോട് വല്ലാത്തൊരു സ്നേഹവും തോന്നുന്നുണ്ട്. ഇതേസമയം തന്നെ സ്പേസിൽ നിൽക്കുന്ന യാക്കൂബിനും അവളുടെ ആ ഫീലിങ്സ് അറിയാനും പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ അവളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്.
അതൊരു സ്പേസ് ഷിപ്പ് ആയിരുന്നു, കൊറിയക്കാരുടെ സ്പേസ് ഷിപ്പ്. അതിലൊരാളിപ്പം യാക്കൂബിനെ രക്ഷിക്കാൻ വേണ്ടി വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ കൊറിയക്കാരുടെ സ്പേസ് ഷിപ്പിലേക്ക് കയറിയ ഉടനെ തന്നെ അവൻ നേരെ വിളിക്കുന്ന ലങ്കയാണ്. അതിനുശേഷം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ലായിരുന്നു എന്നാണ്. അതേക്കുന്ന ലങ്ക പറയുന്നത്, എനിക്കും ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്കൊരു കിസ് തന്നേനെന്നാണ്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ്. അപ്പൊ ഈ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാനിവിടെ പറയാം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുക എന്ന ദുരവസ്ഥ എത്രമാത്രം ഭീകരമാണ് എന്ന കാര്യം ഒരു സോളോ സ്പേസ് മിഷനിലൂടെ സംവിധായകൻ ഇവിടെ വരച്ചു കാണിക്കുകയാണ്. യാക്കൂബ് എന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും സ്പേസിലേക്ക് പോവാന്നുള്ളതാണ്. അയാൾ ആ സ്വപ്നം അച്ചീവ് ചെയ്യുകയും ചെയ്തു. ആദ്യമൊക്കെ ആ ഒരു മിഷൻ വളരെ താല്പര്യത്തോടെ തന്നെയായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഏറ്റവും മോശമായ അവസ്ഥ പോലും അയാൾ വകവച്ചില്ല. എന്നാൽ മുന്നോട്ടുള്ള അയാളുടെ യാത്രയിൽ പിന്നീട് എപ്പോഴും അയാൾ തിരിച്ചറിഞ്ഞു, താൻ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒറ്റയ്ക്കാണെന്ന്. ഒരു മനുഷ്യ മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമായ ഒരു കാര്യമായിരുന്നത്. അതിനെ തുടർന്ന് നമ്മൾ കാണുന്നത് പിന്നീട് അയാൾ ഒരിക്കൽ അവഗണിച്ച് തന്റെ ഭാര്യയോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. ഈ ഒരു ദുരവസ്ഥ വന്നതുകൊണ്ട് അയാൾ സ്വയം ആശ്വാസം കണ്ടെത്താൻ വേണ്ടി മെനഞ്ഞെടുത്ത ഒരു രൂപമാണ് ഹനുഷ് എന്ന ചിലന്തി. ഒരുപക്ഷെ അയാളുടെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തായിരിക്കും അതിനെ. അതെ, ഹനുഷ് എന്നത് യാക്കൂബിന്റെ സബ് കോൺഷ്യസ് മൈൻഡായിരുന്നു. അത് അതിനൊരു രൂപവും സ്വഭാവ സവിശേഷതയും കൊടുത്തു എന്ന് മാത്രം. എന്നാൽ ഹനുഷ് അവന് കാണിച്ചു കൊടുത്തതോ അയാൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ ഏറ്റവും വലിയ തെറ്റുകളായിരുന്നു. ആ വലിയൊരു തിരിച്ചറിവ് യാക്കൂബിനെ അയാളുടെ ഭാര്യയുടെ മനസ്സിലേക്ക് അടുപ്പിച്ചു. അയാളുടെ ഭാഗ്യത്തിന് ഭാര്യയുടെ മനസ്സത് തിരിച്ചറിയുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലിയ പർവ്വതം കീഴടക്കിയാലും ആ യാത്രയിൽ ഉടനീളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ മറന്നുകൊണ്ട് ഒന്നിനൊരു പ്രാധാന്യം കൊടുക്കരുത്. അവരുടെ എല്ലാം മറന്ന് അവർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ അവർക്കുള്ളൂ എന്നവർ ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ആ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ കൊണ്ടും അത് തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ല. ഇനി ആ ചോപ്ര ക്ലൗഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യര് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നപ്പോഴാണ്. ഒരാള് പറഞ്ഞാലൊന്നും നമ്മളത് പൂർണ്ണമായി ഉൾക്കൊണ്ടെന്ന് വരത്തില്ല. എന്നാൽ ആ യാഥാർത്ഥ്യത്തിനെ നമ്മൾ നേരിട്ട് കാണുമ്പോഴോ അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും. അതെ, ആ ചോപ്ര ക്ലൗഡ് എന്ന് പറയുന്നത് സത്യത്തിന്റെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ ഒരു റെപ്രസെന്റേഷനാണ്. തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ യാക്കൂബ് ആ ക്ലൗഡിൽ നേരിട്ട് കണ്ടപ്പോൾ അവിടെ അയാൾക്ക് എല്ലാം തിരിച്ചറിയാൻ സാധിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.